ഹലോ, ഞാൻ മലേഷ്യയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് തേഴ്സ്ഡേ തിരിച്ച് വന്നു. അതിനുശേഷം ഫ്രൈഡേ റെസ്റ്റ്, സാറ്റർഡേ സൺഡേ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗെറ്റ് ടുഗെദറായിരുന്നു. അവരെല്ലാവരും കൂടി സാറ്റർഡേ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്ത് നമ്മുടെ ഫ്ലാറ്റിൽ വന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി 2 കാറിലായിട്ട് പൊന്മുടിയിലേക്ക് ഒരു കുഞ്ഞി ട്രിപ്പ് പോയി. പോയ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഞങ്ങളൊക്കെ ഊണാണ് മേടിച്ചത്, കുറച്ച് പേര് ബിരിയാണി മേടിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വീണ്ടും ഇറങ്ങി. ഇറ്റ് വാസ് എ നൈസ് ലഞ്ച്. കുറേ നാളായിട്ട് എനിക്ക് ഊണ് കഴിക്കണം, മീൻ കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ഫുഡൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ നാട്ടിൽ വരുമ്പോൾ ചോറും മീൻകറിയും കഴിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ചോറും മീൻകറിയൊക്കെ കഴിച്ചു. മനസ്സ് നിറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പൊന്മുടിയിലേക്ക് പോയി. പോകുന്ന വഴിക്കൊക്കെ ആദ്യം നമ്മളവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു. പിന്നെ ഈ ഒരു സെറ്റപ്പിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ വെയിലൊക്കെ കുറച്ചൊരു കൂളായി തുടങ്ങിയ അന്തരീക്ഷം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു തണുപ്പാണല്ലേ, 2 സൈഡും മരമൊക്കെ കാണുമ്പോഴത്തേക്കിനും. അതിനുശേഷം നമ്മുടെ മലകൾ ആ ഒരു വ്യൂയിലേക്ക് എത്തി. ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും വെയിലൊക്കെ ഏകദേശം കുറഞ്ഞു. നമ്മളിങ്ങനെ കാറിൻ്റെ വിൻഡോ ഒക്കെ താത്തിട്ടിട്ട് വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ പോയി. ഒരു വൈകിട്ട് എനിക്കൊന്ന് 5:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ അങ്ങ് എത്തിയത്. മുകളിൽ നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ സമയം തീരുന്നതിൻ്റെ ആ സമയത്താണ് നമ്മൾ എത്തിയത്. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ കയറാൻ പറ്റില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ആൻഡ് ദ ക്ലൈമറ്റ് വാസ് സോ ഗുഡ്. ഭയങ്കര രസമായിരുന്നു. കോട വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒട്ടും വെയിലില്ല, ചെറിയ തണുപ്പ്, കാറ്റ് ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് നേരം ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് ഒരു സൈഡിലേക്ക് നടന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട. യു ക്യാൻ ജസ്റ്റ് എൻജോയ് ദ വ്യൂ. ഇത് നോക്കി എന്ത് ഭംഗിയല്ലേ. ആ ഒരു വിശാലതയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. എപ്പോഴും നമ്മളൊരു ഷോർട്ട് സൈറ്റിലല്ലേ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്, സ്ക്രീനായാലും എന്തായാലും. അപ്പം ഇങ്ങനത്തെ ഒരു ബീച്ച്, മൗണ്ടെയ്ൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിനൊരു വേറൊരു ഫീലാണ്. അതിനിടയ്ക്ക് നമ്മുടെ കൂടെയുള്ള ഒരാളെ കാണാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ പിന്നെ അവനെ തപ്പിപ്പിടിക്കാനുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അവസാനം അവനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. ഈ സമയമായപ്പോഴത്തേക്കിനും നല്ല കോടയായി. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണാൻ പറ്റാത്തത്രയും കോടയായി. ദൂരെയൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വാസ് എ നൈസ് ക്ലൈമറ്റ്. അതിനുശേഷം നമ്മൾ കുറച്ച് പിക്സൊക്കെ എടുത്തു. ഇതൊക്കെ എൻ്റെ കസിൻസാണ്, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഒന്ന് അനൂഞ്ഞയാണ്. അനൂഞ്ഞ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിലുവിൻ്റെ അനൂഞ്ഞ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് തിരിച്ച് നല്ല കോടയുണ്ടായിരുന്നു അപ്പോഴും. തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞി ചായക്കടയിൽ, റോഡ് സൈഡിലുള്ള ഒരു കുഞ്ഞി ചായക്കടയിൽ പോയി ചായ കുടിച്ചു. ചൂട് ചായയും കട്ടൻ ചായയും പരിപ്പുവടയും പിന്നെന്താ മുളക് ബജി ഉണ്ടായിരുന്നു. മുളക് ബജി, തേൻ നെല്ലിക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. അവിടുത്തെ വ്യൂ ആയിരുന്നു അടിപൊളി. ആ ചായ കുടിക്കുന്നതിനെക്കാട്ടും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതിലാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സൺസെറ്റിൻ്റെ സമയമായിരുന്നു. അതൊക്കെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ചു. അതിന് ശേഷം നമ്മൾ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്ത് വന്ന് ഫുഡൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ മേടിച്ച് ഷവായിയും പൊറോട്ടയും ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് ഇവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, ഫുഡ് കഴിച്ചു. ദറ്റ് വാസ് എ നൈസ് ടൈം. ഞങ്ങളുടെ ഒരു ഗ്യാങ്ങാണിത്. കുറേ നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരെ ഇടയ്ക്ക് മിസ്സും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാൾ കാനഡയിലാണ്, ഒരാൾ ബാംഗ്ലൂർ വർക്കിംഗ് ആണ്. പിന്നെ ഞങ്ങളെ നിലൂനെയും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എനിക്കൊന്നൊരു 1 മണിയൊക്കെ ആയിട്ട് തോന്നുന്നു. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എവിടെയൊക്കെ കിടന്ന് ഉറങ്ങി. 2 റൂമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ദോശ ചുട്ടത് എൻ്റെ ബ്രദറാണ്, എൻ്റെ എൽഡർ ബ്രദറാണ്. ബ്രദറിൻ്റെ അടുത്ത് പുള്ളിക്ക് കൊടുത്തു ദോശ ചുടാനുള്ള ഉത്തരവാദിത്തം. പിന്നെ പുള്ളി ദോശയൊക്കെ ചുട്ടു. ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. അതൊക്കെ വെച്ച് എല്ലാവരും കഴിച്ചു. എന്നിട്ട് ഞാനും ഇവരുടെ കൂടെ ഇവിടേക്ക് പോവുകയാണ്, കൊല്ലത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഥമൊക്കെ പൂട്ടി സെറ്റാക്കി അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ നിമേഷേട്ടനും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൊല്ലത്തേക്ക് പോവുകയാണ്. കാശിക്ക് അതിൻ്റെ സന്തോഷം. അതിന് ശേഷം നമ്മൾ പോകുന്ന വഴിക്ക് വർക്കലയിൽ ഒരു ടോഡി ഷോപ്പ്, ഒരു ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാൻ. ഹരിത ടോഡി ഷോപ്പിൽ നിന്നുമാണ് എൻ്റെ പേര്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കുറേ അന്വേഷിച്ച് ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ എത്തിയത്. അതിൻ്റെ എൽഡർ ബ്രദർ ഇതിന് മുന്നേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പരിചയം വെച്ചിട്ട്, ആ ഒരു അറിവ് വെച്ചിട്ട് പോയതാണ്. ദ ഫുഡ് വാസ് വെരി നൈസ്. കൊഞ്ചും മീൻ തലയും കണവയും
ബീഫും പോർക്കും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് വീണ്ടും വയറ് നിറഞ്ഞു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നതിന് മുന്നേ ഞാൻ എല്ലാവർക്കും ഒരു ഐസ്ക്രീമും മേടിച്ചു. വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവർക്കും എന്തെങ്കിലും വേണ്ടേ, ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. എല്ലാവരും കഴിച്ചു, ഹാപ്പിയായി. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.